കണ്ടു പഠിക്കണമെന്നല്ലേ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്. സ്വഹാബത്തിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് മറ്റൊരു സ്ഥലത്ത് കാണാം. സ്വഹാബത്തിനെ തൊട്ട് അള്ളാഹുവും അള്ളാഹുവിനെ തൊട്ട് സ്വഹാബത്തും പരസ്പരം തൃപ്തിപ്പെട്ടവരാണ്. അത്രയും വലിയ ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയ അസ്ഹാബി കന്നുജൂം എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നതായി കാണാം. എൻ്റെ സ്വഹാബക്കൾ നക്ഷത്രതുല്യരാണ്. അവരെ നിങ്ങൾ പിന്തുടർന്നാൽ നിങ്ങൾക്ക് വിജയമുറപ്പാണ് എന്ന് പറഞ്ഞതും നമുക്കറിയാലോ. അത്രയും വലിയ ഗുഡ് സർട്ടിഫിക്കറ്റ് ഉള്ള വലിയ നേതാക്കളായ സ്വഹാബത്തിൽപ്പെട്ട ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമാണ് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞത്. അങ്ങനെ കണ്ണ് പൊട്ടിപ്പോയി എന്ന ചരിത്രങ്ങളിൽ കാണാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നേരത്തെ നമ്മൾ പറഞ്ഞൊരു വിഭാഗം ഉണ്ടല്ലോ, എന്തിനാണ് മുത്തുനബിയോട് ഇങ്ങനത്തെയൊക്കെ പ്രണയം? മുത്തുനബിയുടെ സുന്നത്ത് പിൻപറ്റലല്ലേ പ്രണയം, മറ്റൊന്നും സ്നേഹമല്ല, മറ്റൊന്നും മഹബത്തല്ല എന്നൊക്കെ പറഞ്ഞ് നമുക്കിടയിൽ വസ്വാസ് ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ. അവരെങ്ങാനും ഈ ചരിത്രത്തെ കുറിച്ച് എന്താ പറയാ, ഇത് ശരിയല്ല എന്ന് പറയാൻ കഴിയോ? ഒരിക്കലും നമുക്ക് പറയാൻ കഴിയൂല കേട്ടോ. കാരണം അത് സ്വഹാബിയാണ്. ആ സ്വഹാബി അങ്ങനെ ചെയ്തത് എന്താണെന്നറിയോ? അലിഹിബ് ബസരി ഹത്താ ലാ അറാ ബഅദ ഹബീബി മുഹമ്മദിൻ അഹദാ. എന്താണ് പറയുന്നത്? എൻ്റെ ഹബീബായ, എൻ്റെ സ്നേഹഭാജനമായ, എൻ്റെ എല്ലാമായ, എൻ്റെ ഹൃദയത്തിൻ്റെ എല്ലാമായ, ഞാൻ ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുള്ള ഹബീബായ തങ്ങളില്ലാത്ത ഈ ലോകത്ത് ആ തങ്ങളെ കണ്ട ഈ കണ്ണുകൊണ്ട് എനിക്ക് മറ്റൊരാളെയും കാണണ്ട. ആ ഹബീബ് ലോകത്തു നിന്ന് വിട പറഞ്ഞതുകൊണ്ട് തന്നെ എനിക്ക് മറ്റൊരാളെ കാണാൻ കഴിയൂല എന്ന് പറഞ്ഞ മഹാനല്ലേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വഹാബാക്കളുടെ സ്നേഹം അങ്ങനെയാണ്. ഇങ്ങനെ ചരിത്രമെടുത്തു പരിശോധിച്ചാൽ ഒരുപാട് സ്വഹാബാക്കൾ, ഒരുപാട് വലിയ വലിയ മഹാന്മാരുടെ ചരിത്രങ്ങളിൽ ഇങ്ങനെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട അബൂ മഹ്ദൂറ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം. അവിടുത്തെ തലയുടെ മുകളിൽ ഒരു കെട്ട് മുടിയുണ്ടായിരുന്നു. അത് വലിയ നീളമുള്ള മുടിയായിരുന്നു. ആ മുടി ഒരു ഭാഗം മാത്രം മഹാനവറുകൾ അത് വെട്ടാറില്ല. എന്തേ അതിനുള്ള കാരണം? മഹാനവറുകൾ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് കഅബാലയത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനവറുകളെ അടുത്തേക്ക് വിളിച്ച് അവിടുത്തെ തലയിലൊന്ന് തടവിക്കൊടുത്തു. ഈ തടവിക്കൊടുത്തതിൻ്റെ വല്ലാത്തൊരു മഹബത്ത് എനിക്ക് മുത്തുനബി തങ്ങളോട് വന്നു എന്നൊക്കെ മഹാനവറുകളുടെ ചരിത്രത്തിൽ കാണാം. എന്നിട്ട് മുത്തുനബി തങ്ങൾ തൊട്ട ആ മുടി മഹാനവറുകൾ അത് മരണം വരെ വെട്ടിക്കളയാതെ സൂക്ഷിച്ചു. എന്താണ് ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. നമ്മുടെ ഈമാനിന്റെ കുറവാണ്. എന്താണത്? മഹബത്താണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്താണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ചരിത്രങ്ങളൊക്കെ ഞാനിവിടെ പറഞ്ഞത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്ത് അതിന് അതിർവരമ്പുകളില്ല. അത് ഇന്ന രൂപത്തിലേ ആകാൻ കഴിയൂ, ഇന്ന രൂപത്തിലേ നിങ്ങൾക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയൂ എന്നൊന്നും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് അതിരി വെച്ചിട്ടില്ല. വളരെ എങ്ങനെയൊക്കെ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ മഹബത്ത് വരുമോ അങ്ങനെയൊക്കെ ആ മഹബത്തിന് ഒരിക്കലും അതിർവരമ്പുകളില്ല. ബിലാൽ തങ്ങളെ അറിയില്ലേ? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തു നിന്ന് വിട പറഞ്ഞപ്പോ അവിടെ നിൽക്കാൻ കഴിയാതെ അവിടുന്ന് നാട് വിട്ടുപോയ ചരിത്രം നമുക്കറിയാലോ. എന്റെയും നിങ്ങളുടെയും ചെറിയ ബുദ്ധി കൊണ്ട് നമ്മൾ ചിന്തിച്ചാൽ ഒരു പക്ഷേ മുത്തുനബി തങ്ങൾ കിടക്കുന്ന മണ്ണിൽ നിന്ന് എന്തിനെ ബിലാൽ തങ്ങൾ പോയി എന്ന് നമുക്ക് ചിന്ത വന്നേക്കാം. പക്ഷേ അവർക്കത് താങ്ങാൻ കഴിയൂല. മുത്തുനബി തങ്ങളില്ലാത്ത ലോകം അവർക്കൊരിക്കലും തന്നെ ഊഹിക്കാനോ അതിനെ ഉൾക്കൊള്ളാനോ കഴിയില്ല. അതവരുടെ മഹബത്താണ്.
പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധമായ റബീഉൽ അവ്വലിനെ കാത്തിരിക്കാൻ വേണ്ടി ഞാനും നിങ്ങളും, ആ പരിശുദ്ധമായ റബീഇനെ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന നമ്മൾ എങ്ങനെയൊക്കെ ആ മുത്തുനബി തങ്ങളോടുള്ള മഹബ്ബത്ത് പ്രകടിപ്പിക്കാൻ കഴിയുമോ അതൊക്കെ നമ്മൾ ചെയ്യണം കേട്ടോ. നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വരുമ്പോ ആ വീട് നമ്മൾ എത്ര കണ്ട് വൃത്തിയാക്കാൻ ഒരുങ്ങും. നമ്മുടെ വീട്ടിലൊരു കല്യാണം നടക്കുമ്പോ ആ വീട് പെയിന്റ് അടിച്ചും അതുപോലെ അലങ്കാര വസ്തുക്കളെ കൊണ്ടൊക്കെ ആ വീടിനെ ഭംഗി കൂട്ടാൻ ഞാനും നിങ്ങളൊക്കെ ശ്രമിക്കുമല്ലോ. എന്നാൽ ഏറ്റവും വലിയ അതിഥിയായ നമ്മുടെ പരിശുദ്ധമായ റബീഉൽ അവ്വൽ, ഹബീബായ തങ്ങൾ ഈ ലോകത്തേക്ക് വന്ന പരിശുദ്ധമായ റബീഉൽ അവ്വൽ വരുമ്പോ എങ്ങനെയൊക്കെ സ്നേഹം പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിയുമോ അതൊക്കെ നമ്മൾ ചെയ്യണം കേട്ടോ. അതുകൊണ്ടാണ് സുന്നികളായ നമ്മൾ നമ്മുടെ പള്ളിയും മദ്രസകളും വീടുകളും ഒക്കെ നമ്മൾ അലങ്കരിക്കുന്നതും ലൈറ്റുകളെ കൊണ്ട് അതിനെ അലങ്കരിക്കുന്നതും നമ്മൾ ഭംഗിയാക്കുന്നതുമൊക്കെ അതിലൊന്നും നമ്മൾ വിഷമം കരുതണ്ട. അതിൽ വസ്വാസ് ഉണ്ടാക്കുന്നവർ ലോകത്തുണ്ടാവാം, അതിലൊന്നും തെറ്റിദ്ധരിച്ചു പോകണ്ട. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനെയൊക്കെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്തോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരൊറ്റ സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നമുക്ക് ഏത് മേഖലയിലും നമ്മെ രക്ഷപ്പെടുത്താനുള്ള നേതാവ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. ഒരു ദിവസം സഹാബത്തുമൊത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളതാ ആ ഖബർസ്ഥാനിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ ഒരു ഖബറിൽ നിന്നതാ ഒരു കരച്ചിൽ കേൾക്കുന്നു. അൽ അമാൻ, അൽ അമാൻ യാ റസൂലല്ലാഹ് മിൻ അദാബില്ലാഹ്. ഓ നബിയേ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുമോ, ഞാൻ വലിയ പ്രയാസത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഖബറിൽ നിന്ന് കരച്ചിൽ കേൾക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളതാ അന്വേഷിക്കുന്നു, ഇതാരുടെ ഖബറാണ്, ആർക്കും അറിയില്ല. മുത്തുനബി തങ്ങൾ പറഞ്ഞു, മദീന നിവാസികളോട് വന്ന് ഇവിടെ ഒന്ന് സിയാറത്ത് ചെയ്യാൻ പറയണം. ഇങ്ങനെ പറഞ്ഞ് ഓരോ ആളുകളും അതാ ഓരോരുത്തരുടെ ഖബറിനരികിലേക്ക് വന്നു. ഈ ഖബറിനരികിലേക്ക് ഒരു മനുഷ്യനും വന്നിട്ടില്ല. കുറച്ചു കഴിഞ്ഞപ്പോ ഒരു പാവപ്പെട്ട ഉമ്മ അതാ ആ ഖബറിനരികിലേക്ക് വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ഉമ്മ ഇതാരുടെ ഖബറാണ്? ആ ഉമ്മ പറഞ്ഞു, നബിയേ ഇതെന്റെ മകന്റെ ഖബറാണ്. അല്ല ഉമ്മ, അവരിൽ നിന്ന് വല്ല അബദ്ധവും സംഭവിച്ചിട്ടുണ്ടോ? വലിയ പ്രയാസത്തിലാണല്ലോ. ആ സമയത്തതാ ആ ഉമ്മ പറയുന്നു, നല്ല മോനാണ്, പക്ഷേ ഒരു പ്രാവശ്യം എന്നെ ഒന്ന് ഉപദ്രവിച്ചിട്ടുണ്ട്, അത് ഞാൻ അവന് പൊരുത്തപ്പെട്ടു കൊടുത്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉമ്മ അതുകൂടി ഒന്ന് പൊറുത്തു കൊടുക്കുമോ? ഉമ്മ പറഞ്ഞു, ഇല്ല, അത് ഞാൻ പൊറുക്കില്ല. കാരണം എന്താണെന്നറിയോ? ഞാൻ അവന്റെ ഉമ്മയല്ലേ, എന്നോട് അവൻ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലായിരുന്നല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണമെങ്കിൽ ഉമ്മ പോലും പൊറുത്തിട്ടില്ലല്ലോ. ഉമ്മാക്ക് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട എന്ന് പറഞ്ഞവിടുന്ന് കൈയൊഴിയാമായിരുന്നു. പക്ഷേ മുത്തുനബി തങ്ങൾ കൈയൊഴിഞ്ഞില്ല. അവിടുത്തെ മുഅ്ജിസത്ത് കൊണ്ട് ആ ഉമ്മാക്ക് ഖബറിൽ കിടക്കുന്ന ആ രംഗങ്ങൾ കേൾപ്പിച്ചു കൊടുക്കുകയും അവിടുന്ന് അറിയിച്ചു കൊടുക്കുകയും ചെയ്തപ്പോ ആ ഉമ്മ ആ മകന് അതാ പുറത്തു കൊടുക്കുകയും ആ ഖബറിൽ നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നന്ദി പറയുന്ന സന്ദേശം ലഭിക്കുകയും ചെയ്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആര് നമ്മെ ഏറ്റെടുത്തില്ലെങ്കിലും അവസാനം നമ്മെ ഏറ്റെടുക്കുന്ന നേതാവാണ് ഹബീബായ തങ്ങൾ കേട്ടോ. നാളെ ഒരു ചാണകല സൂര്യൻ കത്തിജ്വലിച്ചു നിൽക്കുമ്പോ ആരും ഏറ്റെടുക്കാനില്ലാത്ത സമയത്ത് നമ്മൾ ഓരോ നബിമാരുടെ അരികിലേക്കും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോ അവസാനം മുത്തുനബി തങ്ങളുടെ അരികിലേക്ക് ചൊല്ലുമ്പോ
ഞങ്ങൾക്കൊന്ന് ശഫാഅത്ത് ചെയ്യണേ എന്ന് പറയുമ്പോ അതേ അതിൻ്റെ അവകാശി ഞാനാണ് എന്നും പറഞ്ഞ് നമുക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്ത് വലസൗഫ യുഅ്തീക റബ്ബുക ഫതറല്ലാ, അങ്ങയുടെ റബ്ബ് അങ്ങേക്ക് ആഖിറത്തിൽ വലിയ സൗഭാഗ്യം തരുമ്പോൾ നിങ്ങൾക്ക് അത് പൊരുത്തം വരും നബിയെ എന്ന് പറഞ്ഞ സ്ഥലത്ത് മുത്തുനബി തങ്ങൾ പറഞ്ഞു ലാ അറല്ലാഹ് വവാഹിദും മിൻ ഉമ്മത്തി ഫിന്നാർ, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു ചെറിയ ഒരു മനുഷ്യൻ പോലും നരകത്തിലുണ്ടോ, എനിക്കത് തൃപ്തിയില്ല എന്ന് പറഞ്ഞ നേതാവാണ് മുത്തുനബി തങ്ങൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവിടുത്തെ മഹബത്ത് വെച്ചോ, അവിടുത്തെ സ്നേഹിച്ചോ, അതാണ് നമുക്ക് ആഖിറത്തിൽ രക്ഷപ്പെടാനുള്ളത്. ആ സ്നേഹത്തിന്റെ ഭാഗമായി എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ശറഇൽ അനുവദിക്കുന്ന ഹറാമല്ലാത്ത എന്ത് കാര്യങ്ങളും ആ മഹബത്തിന്റെ ഭാഗമായി നമുക്ക് ചെയ്യാം. ആ മുത്തുനബിയെ ബഹുമാനിച്ച് അവിടുത്തെ സ്നേഹിച്ച് അവിടുത്തെ സ്വഹാബത്തിനോടുകൂടെ സ്വർഗത്തിലെത്താൻ നമുക്കും നമ്മോട് ബന്ധപ്പെട്ട നമ്മളുടെ ഉമ്മ ഉപ്പ ഉസ്താദുമാർ സഹോദര സഹോദരിമാർ നമ്മളുടെയും അവരുടെയും ഭാര്യ ഭർത്താക്കൾ സന്തതികൾ മറ്റുറ്റവരുടെവർ ശിഷ്യന്മാർ നമ്മെ സഹായിച്ചവർ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ നമ്മുടെ ഈ സ്ഥാപനത്തിനെ സഹായിച്ചവർ ഇവിടെ ഒരുമിച്ച് കൂടിയവർ എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടുകൂടെ വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.